Hello friends, welcome to AutoCAD online training presented by BIMLABS Engineering Services Private Limited. BIMLABS is an Autodesk authorized learning partner. I am Sameera working as a senior technical engineer at BIMLABS. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്ന ടോപ്പിക് AutoCAD-നകത്തുള്ള external reference എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. ഓക്കെ, external reference യൂസ് ഞാൻ ആദ്യം പറയാം. നമുക്കറിയാം, നമ്മുടെ ഒരു മോഡലിനകത്ത് ഡിഫറെന്റ് ഡിസിപ്ലിൻസിലുള്ള ഡ്രോയിങ്സ് ഉണ്ടാക്കാം. For example, architectural drawings ഉണ്ടാക്കാം, mechanical drawings ഉണ്ടാക്കാം, MEP drawings, mechanical, electrical, plumbing drawings, structural drawings, fire and safety related ഉള്ള കാര്യങ്ങൾ, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടെങ്കിൽ സൈറ്റ് പ്ലാൻസ്, ടോപ്പോഗ്രഫി, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമുക്കൊരു കൺസ്ട്രക്ഷൻ റിലേറ്റഡ് ആയിട്ടുള്ള ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യേണ്ടി വരും. ഇതിനകത്ത് പലപ്പോഴും നമുക്ക് ഒരു ഡ്രോയിങ്ങിനെ പ്രിപ്പയർ ചെയ്യാനായിട്ട് മറ്റൊരു ഡ്രോയിങ്ങിനെ ഡിപ്പെൻഡ് ചെയ്യേണ്ടി വരും. ഓർ അതർവൈസ് നമുക്ക് ഇങ്ങനെ പറയാം, ഒരു ഡ്രോയിങ് എന്തെങ്കിലും പ്രിപ്പയർ ചെയ്യാനായിട്ട് നമുക്ക് വേറൊരു ഡ്രോയിങ്ങിനെ റെഫർ ചെയ്യേണ്ടി വരും. ഫോർ എക്സാമ്പിൾ, ഇപ്പോൾ നമുക്കൊരു സ്ട്രക്ചറൽ ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആർക്കിടെക്ചറൽ പ്ലാൻ റെഫർ ചെയ്യേണ്ടി വരും. അതിനകത്ത് ആർക്കിടെക്ചറൽ പ്ലാനിനകത്ത് വെച്ചിട്ട് നമുക്ക് എവിടേക്കാണ് കോളംസ് പ്ലേസ് ചെയ്യേണ്ടത്, എവിടെയൊക്കെ ഏതൊക്കെ കോർണേഴ്സിലാണ് കോളംസ് പ്ലേസ് ചെയ്യുന്നത്, അങ്ങനെ കാര്യമൊക്കെ നമുക്ക് അറിയാനായിട്ട് പറ്റുള്ളൂ. അതുപോലെ നമുക്ക് മെക്കാനിക്കൽ ഡക്റ്റ് പാസ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്കൊരു പ്ലാൻ വേണം. അന്നേരമേ നമുക്ക് റൂമിനകത്ത് ഏതൊക്കെ റൂംസിനകത്തോട് എങ്ങനെയൊക്കെയാണ് ഡക്റ്റിന്റെ പാസേജ് കൊടുക്കേണ്ടത്, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് നമ്മുടെ കയ്യിലൊരു പല ഡ്രോയിങ്സിനെ റെഫർ ചെയ്ത് നമുക്ക് ചെയ്യേണ്ട സാഹചര്യങ്ങൾ ഉണ്ടാകാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിലുള്ള നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചേക്കുന്ന ഡ്രോയിങ്സിന്റെ പൊസിഷൻസ് മറ്റൊരു ഡ്രോയിങ്ങിനെ വെച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആയിട്ട് തന്നെയാണോ ഇരിക്കുന്നത്. ഇപ്പൊ ഞാൻ ഒരു അപ്പാർട്ട്മെന്റ് മെയ്ഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ അതിനകത്തുള്ള ഒരു ഫ്ലോർ സൈറ്റ് പ്ലാനിനെ വെച്ചിട്ട് കറക്റ്റ് പോർഷനിലാണോ ഇരിക്കുന്നത് എന്നൊക്കെ നമുക്ക് സൈറ്റ് പ്ലാൻ സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളതെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്ന് ചെക്ക് ചെയ്യേണ്ടി വരും. ഇങ്ങനെ നമ്മൾ പലപ്പോഴും പലതിനെയും റെഫർ ചെയ്ത് പ്രിപ്പയർ ചെയ്യുന്ന ഡ്രോയിങ്സിനൊക്കെ നമുക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കമാൻഡാണ് എക്സ്റ്റേണൽ റെഫറൻസ്. അപ്പോൾ നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് എക്സ്റ്റേണൽ റെഫറൻസ് എങ്ങനെ യൂസ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ടാണ്. നിങ്ങൾക്ക് ഇപ്പോൾ കാണാൻ പറ്റുന്നുണ്ടായിരിക്കും, ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് പ്ലാൻ ഡ്രോയിങ്സ് ഉണ്ട്. ഒന്ന് ഒരു ഗ്രൗണ്ട് ഫ്ലോർ പ്ലാൻ, എന്നുള്ളത് ഒരു ഫസ്റ്റ് ഫ്ലോർ പ്ലാൻ ആണ്. ഇനി എനിക്ക് ഇതിനെ ഞാനിപ്പോൾ ഓൺ ആക്കി വെച്ചിരിക്കുകയാണ്. ഒരു ഡ്രോയിങ് എ എന്ന് നെയിം ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ്ങിനെ ഓപ്പൺ ആക്കി വെച്ചേക്കുവാണ്. ഇനി ഞാൻ വേറൊരു പുതിയൊരു ഡ്രോയിങ് ഓപ്പൺ ആക്കി. ഓക്കെ, ഇനി എനിക്ക് ഇതിനകത്ത് ഞാൻ പ്രിപ്പയർ ചെയ്യാൻ പോകുന്നത് ഒരു സ്ട്രക്ചറൽ ലേഔട്ട് ആണ്. അതുകൊണ്ട് തന്നെ എനിക്കിപ്പോൾ അതിനകത്ത് ഏതൊക്കെ ബിൽഡിങ്ങിന്റെ ഒരു കോർണേഴ്സിലൊക്കെയാണ് കോളംസ് വെക്കേണ്ടതെന്ന് എന്നറിയാൻ വേണ്ടിയിട്ട് എനിക്ക് അതിന്റെ ഒരു റെഫറൻസ്, എനിക്ക് ഒരു ഹെൽപ്പ്, ആ ഒരു ഡ്രോയിങ്ങിന്റെ ഹെൽപ്പ് വേണം. അതുകൊണ്ട് ഞാനൊരു കമാൻഡ് യൂസ് ചെയ്യാൻ പോവുകയാണ്. XREF, XR എന്ന് കൊടുത്താലും മതി. XR എന്ന് കമാൻഡ് പാനൽ ടൈപ്പ് ചെയ്യുക, എൻ്റർ ചെയ്യുക. അവിടെ എക്സ്റ്റേണൽ റെഫറൻസ് എന്ന് പറഞ്ഞിട്ടൊരു വിൻഡോ നിങ്ങൾക്ക് ഇത് കണക്ക് ഓപ്പൺ ആക്കാനായിട്ട് പറ്റും. ഇവിടെ നമ്മൾ ഇന്ന് അറ്റാച്ച് DWG എന്ന് കാണിക്കുന്ന ഇവിടെ ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ഡ്രോയിങ്ങിലോട്ട് അറ്റാച്ച് ചെയ്യാനായിട്ട് പറ്റും. അറ്റാച്ച് DWG, അറ്റാച്ച് ഇമേജ്, അറ്റാച്ച് DWF, അറ്റാച്ച് DGN. ഇതെല്ലാം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻസേർട്ട് ടാബിനകത്ത് ഇവിടെ അറ്റാച്ച് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ എടുത്ത് എടുത്താലും ഓക്കെയാണ്. ഞാനിപ്പോൾ അറ്റാച്ച് DWG എടുത്തു, കാരണം ഞാനിപ്പോൾ ഒരു DWG ഡ്രോയിങ് ആണ് അറ്റാച്ച് ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് ഞാൻ അറ്റാച്ച് DW കൊടുത്തു. നേരത്തെ ഞാൻ സേവ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രോയിങ് എ എന്ന് ഓപ്പൺ ആക്കുവാണ്. ഓക്കെ, ഇവിടെ നമുക്ക് കുറച്ച് ഓപ്ഷൻസ് ചോദിക്കും. റെഫറൻസ് ടൈപ്പ്, അറ്റാച്ച്മെന്റ് ഓവർലേ, പിന്നെ ഇവിടെ സ്കെയിൽ ഓപ്ഷൻ ചോദിക്കുന്നുണ്ട്. ഇൻസേർഷൻ പോയിന്റ്, സ്പെസിഫൈ ഓൺ സ്ക്രീൻ, XYZ ഉണ്ട്. റൊട്ടേഷൻ, ഇതൊക്കെ ഞാനിപ്പം ഇതിന് കറക്റ്റ് ഈ ഒരു ഓപ്ഷൻസ് തന്നെ മതി എന്നുണ്ടെങ്കിൽ ഞാൻ ഇത് തന്നെ കൊടുത്ത് ഓക്കെ കൊടുക്കുകയാണ്. അപ്പൊ എൻ്റെ എ എന്ന് പറയുന്ന ഡ്രോയിങ്ങിനകത്ത് എന്താണോ ഉണ്ടായിരുന്നത് അത് എനിക്ക് ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് ഓപ്പൺ ആയിട്ടുണ്ട്. സോ ഇനി ഇതിനകത്ത് ആ ഒരു എ ഡ്രോയിങ്ങിനെ റെഫർ ചെയ്ത് എനിക്ക് എന്തെങ്കിലും വരയ്ക്കണം എന്നുണ്ടെങ്കിൽ ഞാനിപ്പോൾ ഒരു കറക്റ്റ് ഒരു കോളം വരച്ചുകൂടെ. ഓക്കെ, ഇവിടെ ഹാച്ച് എടുത്തു, ഒരു സോളിഡ് പാറ്റേൺ ഹാച്ച് കൊടുത്തു, ഫിൽ ചെയ്തു. ഇതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും ഒക്കെ ചെയ്യാൻ, ഇത് നമുക്ക് നമ്മുടെ കയ്യിലുള്ള ഈ ഒരു മെയിൻ ഡ്രോയിങ്ങിനെ റെഫർ ചെയ്ത് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇതുപോലെ ഇവിടെ എന്താണെന്ന് വെച്ചാൽ അത് ചെയ്യാം. ഞാൻ വേറൊരു സർക്കിൾ നിങ്ങൾക്ക് റഫായിട്ട് കാണിക്കുവാണ്. സർക്കിൾ കൊടുത്തു, ഒരു റെക്ടാങ്കിൾ ഇവിടെ കൊടുക്കുവാണ്. ഇതൊക്കെ ഞാൻ കൊടുക്കുന്നത് ഇതിന്റെ ഒരു എ എന്ന് പറയുന്ന ഒരു ഡ്രോയിങ്ങിനെ റെഫർ ചെയ്തിട്ടാണ്. അപ്പൊ നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമ്മുടെ ഡ്രോയിങ്സ് മാറി വരും. എന്താണ് നിങ്ങൾക്ക് ചെയ്യേണ്ടത് അത് ഇതിനകത്ത് ചെയ്യാം. ഓക്കെ, അപ്പൊ ഞാനിപ്പോൾ ചെയ്തേക്കുന്നത് എ എന്ന് പറയുന്ന ഡ്രോയിങ്ങിനെ റെഫർ ചെയ്തുകൊണ്ട് കുറച്ച് ഡ്രോയിങ്സ് ഇവിടെ വരയ്ക്കുവാണ് ചെയ്തത്. അതുപോലെ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും, ഞാൻ ഡ്രോയിങ് എ എടുക്കുമ്പോൾ ഈ ഡ്രോയിങ് എക്കകത്ത് ഞാൻ കുറച്ച് ലെയേഴ്സ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ ലെയേഴ്സ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ സാധിക്കുക. ബ്രിക്ക്, ഡോസ്, സെക്ഷൻസ്, ടെക്സ്റ്റ് എന്ന് പറഞ്ഞ് കുറച്ച് ലെയേഴ്സ് ഇതിനകത്തുണ്ട്. ഞാൻ അടുത്തൊരു ഡ്രോയിങ് എന്നിപ്പോ XREF ആയിട്ട് എ ഡ്രോയിങ് അറ്റാച്ച് ചെയ്ത ഡ്രോയിങ് എടുക്കുമ്പോൾ ഈ ഒരു കറണ്ട് ഡ്രോയിങ്ങിനകത്തും ആ സെയിം എല്ലാ ഹാച്ചസും കാണിക്കുന്നുണ്ട്.
അപ്പൊ ഞാൻ ഡോർ എന്ന് പറയുന്ന ഒരു ഹാച്ചിനെ ആക്റ്റീവ് ലെയർ ആക്കിക്കൊണ്ട് ഡോർ ലെയറിനെ ആക്റ്റീവ് ലെയർ ആക്കിക്കൊണ്ട് ഒരു ഡ്രോയിങ് വരയ്ക്കാൻ പോവുകയാണ്. അപ്പൊ ഞാൻ ഇതിനെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് കാണിക്കും. The selected layer cannot be made the current layer. The following layers cannot be made the current layer, which is XREF dependent layers and frozen layers. അതായത് XREF കൊണ്ട് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡ്രോയിങ്ങിനകത്തുള്ള ലേയേഴ്സ് നമുക്ക് കറണ്ട് ലെയർ ആക്കാൻ പറ്റില്ല എന്നൊരു ഓപ്ഷനാണ് ഇവിടെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ എനിക്ക് ആ ഒരു ഫസ്റ്റ് ഞാൻ ഇവിടെ XREF വഴി അറ്റാച്ച് ചെയ്തേക്കുന്ന ഡ്രോയിങ്ങിനകത്തുള്ള ലേയേഴ്സിനൊന്നും എനിക്കിപ്പോൾ ആക്റ്റീവ് ലെയർ ആക്കാനായിട്ട് പറ്റുന്നില്ല. സോ നിങ്ങൾക്ക് അതിനകത്തുള്ള ഏതെങ്കിലും ലെയേഴ്സിനെയോ കാര്യങ്ങളോ ആക്റ്റീവ് ആക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു ഓപ്ഷനാണ് ബൈൻഡ്. ബൈൻഡ് എന്ന് പറയുമ്പോൾ ഞാൻ റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ബൈൻഡ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് ഞാനിപ്പോൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന XREF ഡിപ്പെൻഡന്റ് ഡ്രോയിങ്ങിനെ ഇതിനകത്ത് ഒരു ആക്റ്റീവ് ഡ്രോയിങ് ആക്കി മാറ്റാനുള്ള ഒരു ഓപ്ഷനാണ് ബൈൻഡ്. ബൈൻഡ് കൊടുക്കുമ്പോൾ തന്നെ നമുക്ക് രണ്ട് ഓപ്ഷൻസ് വരും, ബൈൻഡ് ടൈപ്പ്, ബൈൻഡ് ആൻഡ് ഇൻസേർട്ട്. ഇൻസേർട്ട് കൊടുക്കുമ്പോൾ അത് ബ്ലോക്ക് പോലെ ആയിരിക്കും ആഡ് ആവുക. നമ്മളിപ്പോൾ ബൈൻഡ് കൊടുത്തു, ഓക്കെ കൊടുത്തു, കാണാൻ പറ്റുന്നുണ്ടായിരിക്കും ഇതെന്താണ് ഒരു കറക്റ്റ് ആയിട്ടൊരു നമുക്ക് ഒരു കറണ്ട് ഡ്രോയിങ്ങിലൂടെ ആ ഒരു ഡ്രോയിങ് അറ്റാച്ച് ആയിട്ടുണ്ട്. ഏതൊരു ലെയർ എടുത്താലും അതെനിക്ക് ആക്റ്റീവ് ലെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റും. അതിനകത്ത് എന്ത് എല്ലാ ഡ്രോയിങ്സ് വേണമെങ്കിലും ആഡ് ചെയ്യാനും പറ്റും. അപ്പോൾ പക്ഷെ ഇതിനകത്തുള്ളൊരു പ്രശ്നം, നമ്മൾ ബൈൻഡ് ചെയ്യുമ്പോൾ XREFന്റെ പ്രോപ്പർട്ടി നമുക്ക് നഷ്ടപ്പെടുവാണ്. നേരത്തെ എക്സ്റ്റേണൽ റെഫറൻസിനകത്ത് A എന്ന് പറയുന്ന അറ്റാച്ച്ഡ് ഡ്രോയിങ്ങിന്റെ ഫയൽ ഇവിടെ കാണാമായിരുന്നു. പക്ഷെ ബൈൻഡ് ചെയ്തതിന് ശേഷം അത് ഡിറ്റാച്ച് ആയി പോയിട്ടുണ്ട്. കാരണം നമ്മളൊരു ഡ്രോയിങ്ങിനെ ബൈൻഡ് ചെയ്യുമ്പോൾ XREF ഡിപെൻഡന്റ് പ്രോപ്പർട്ടി നഷ്ടപ്പെടും. അതുകൊണ്ടാണ് ഞാൻ ബൈൻഡ് ചെയ്യാതെ നമുക്ക് എങ്ങനെ ഇതിനകത്തുള്ള ലെയേഴ്സിനെയും കാര്യങ്ങളെയും കൊണ്ടുവരാം എന്നാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു കമാൻഡ് ഏരിയയാണ് XBind. ഞാനിപ്പോൾ XBind എന്ന് കൊടുത്തു. അപ്പൊ ഇവിടെ നമുക്ക് നമ്മൾ ഇവിടെ അറ്റാച്ച് ചെയ്ത് എക്സ്റ്റേണൽ റെഫറൻസ് ഡിപെൻഡന്റ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് നമുക്ക് ഇവിടെ കാണാൻ പറ്റുന്നുണ്ട്. അതിന് എക്സ്പാൻഡ് ചെയ്യുക. ഇതിനകത്തുള്ള ഇത്രയും കാര്യങ്ങൾ, അതായത് ബ്ലോക്ക്, ഡയമെൻഷൻ സ്റ്റൈൽ, ലെയേഴ്സ്, ലൈൻ ടൈപ്പ് ആൻഡ് ടെക്സ്റ്റ് സ്റ്റൈൽസ്, ഇത്രയും കാര്യങ്ങളെയും നമുക്ക് നമ്മുടെ കറണ്ട് ഡ്രോയിങ്ങിനകത്തോട്ട് ആഡ് ചെയ്യാനായിട്ട് പറ്റും. ഇപ്പോൾ എനിക്ക് വേണ്ടത് ലെയർ ആണ്, അതുകൊണ്ടാണ് ഞാൻ ലെയറിനെ എക്സ്പാൻഡ് ചെയ്യുന്നു. എന്റെ ഫസ്റ്റ് ഡ്രോയിങ്ങിനകത്തുള്ള എല്ലാ ലെയേഴ്സിനെയും എനിക്ക് ഇവിടെ ആക്സസ് ചെയ്യാൻ പറ്റും. ഇതിനകത്ത് നമുക്ക് ഏത് ലെയർ ആണോ ആക്റ്റീവ് ആക്കേണ്ടത് ആ ലെയറിന് ചൂസ് ചെയ്യാം, അതിന് ആഡ് കൊടുക്കാം. എല്ലാ ലെയറും നമുക്ക് യൂസബിൾ ആണെന്നുണ്ടെങ്കിൽ എല്ലാ ലെയറിനെയും ചൂസ് ചെയ്യുക, ആഡ് കൊടുക്കാം. ഞാനിപ്പോൾ 2 ലെയർ മാത്രം ആഡ് ചെയ്യുവാണ്, ഓക്കെ കൊടുത്തു. ഇനി നമ്മൾ ലെയറിനെ ഒന്ന് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും. ഞാനിപ്പോൾ കൊടുത്തേക്കുന്ന 2 ലെയേഴ്സ്, അതായത് ഞാനിപ്പോൾ ഇതിനകത്ത് കറണ്ട് ഡ്രോയിങ്ങിനകത്തോട്ട് ആഡ് ചെയ്തേക്കുന്ന 2 ലെയേഴ്സ്, അതായത് ഡോർ ആൻഡ് ടെക്സ്റ്റ്, അതിനകത്തൊരു ഡോളർ പോലത്തെ ഒരു സിമ്പൽ കൂടി കാണിക്കുന്നുണ്ട്. XREF ഡിപെൻഡന്റ് ലെയേഴ്സിന് നമ്മൾ ആക്റ്റീവ് ആക്കുമ്പോൾ കിട്ടുന്ന ഒരു സിമ്പലാണ് ഈ ഡോളർ സിമ്പൽ. ഇനി എനിക്ക് ഇതിനെ ആക്റ്റീവ് ലെയർ ആക്കാനും അതിനകത്ത് മെറ്റീരിയൽസ് അല്ലെങ്കിൽ ഡ്രോയിങ്സ് വരയ്ക്കാനും പറ്റും. ഓക്കെ, അപ്പൊ നമുക്ക് അതിപ്പോ എനിക്ക് XREFന്റെ പ്രോപ്പർട്ടി ലോസ് ആയിട്ടുമില്ല. അപ്പൊ XREFന്റെ പ്രോപ്പർട്ടി ലോസ് ആകാതെ തന്നെ നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രോയിങ്സിനകത്തുള്ള ടെക്സ്റ്റ് സ്റ്റൈൽ, ഡയമെൻഷൻ സ്റ്റൈൽ, ഹാച്ചസ്, ലെയേഴ്സ് പോലുള്ള കാര്യങ്ങളെ കറണ്ട് ഡ്രോയിങ്ങിനകത്ത് ആഡ് ചെയ്യാനുള്ള കമാൻഡ് ആണ് XREF. ഓക്കെ, അടുത്തതായിട്ട് ഞാൻ പറയാൻ പോകുന്നത് XClip എന്ന് പറയുന്ന ഒരു കമാൻഡ് ആണ്. അതായത് ഇതൊരു വലിയൊരു ഡ്രോയിങ് ആണെന്ന് വിചാരിക്കുക. അതായത് ഏതെങ്കിലും ഒരു പോർഷനെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് എനിക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുണ്ടെങ്കിൽ ആ ഒരു പോർഷനെ മാത്രമായിട്ട് എനിക്കൊരു ബൗണ്ടറി ജനറേറ്റ് ചെയ്ത് ബാക്കി റെസ്റ്റ് ഓഫ് എല്ലാ ഡ്രോയിങ്സിനെയും ഹൈഡ് ചെയ്യാനായിട്ട് പറ്റും. അതിനുവേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് XClip. XClip എന്ന് കമാൻഡ് പാനലിൽ ടൈപ്പ് ചെയ്യുക. സെലക്ട് ഒബ്ജക്റ്റ് എന്ന് ചോദിക്കും. അപ്പൊ നമ്മൾ XREF അറ്റാച്ച് ചെയ്തിരിക്കുന്ന ഫുൾ ഒബ്ജക്റ്റിനെ സെലക്ട് ചെയ്ത് എൻ്റർ കൊടുക്കുക. XClip ഓൺ ഓർ ഓഫ്. ഇപ്പൊ ഞാൻ ബൗണ്ടറി ഒന്നും ജനറേറ്റ് ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ പുതിയൊരു ബൗണ്ടറി ജനറേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഓൾറെഡി നിങ്ങൾക്ക് ഇവിടെ ഒരു ബൗണ്ടറി ഉണ്ടെങ്കിൽ ആ ഒരു ബൗണ്ടറിയിൽ ജനറേറ്റ് പോളിലൈൻ കൊടുത്ത് സെലക്ട് ചെയ്താൽ മതി. ഇപ്പം എന്റെ കയ്യിൽ ഇതിനകത്ത് ഈ ഒരു ഡ്രോയിങ്ങിനകത്ത് ഞാൻ ബൗണ്ടറീസ് ഒന്നും ജനറേറ്റ് ചെയ്യാത്തത് കൊണ്ട് തന്നെ ഞാൻ ന്യൂ ബൗണ്ടറി എടുത്തു. ഞാനൊരു റെക്ടാങ്കുലർ ബൗണ്ടറി ക്രിയേറ്റ് ചെയ്യാൻ പോവുകയാണ്. ഞാൻ ഇത്രയും പോർഷനിൽ ഒരു റെക്ടാങ്കുലർ റീജിയൻ വരച്ചു. കണ്ടോ? അതായത് ഈ ഒരു കറണ്ട് ഡ്രോയിങ്ങിനകത്ത് ഞാൻ ആഡ് ചെയ്യാത്ത പുതിയ ഡ്രോയിങ്സ് മാത്രമേ ഇവിടെ കാണാൻ പറ്റുന്നുള്ളൂ. അല്ലാതെ ബൗണ്ടറി വരച്ച XREFനുള്ള ബാക്കി എല്ലാ പോർഷൻസും ഹൈഡ് ആയിട്ടുണ്ട്. നമുക്ക് പഴയതുപോലെ തിരിച്ചു കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ XClip ഒന്നും കൂടി കൊടുക്കുക. ഒബ്ജക്റ്റ് ഒന്ന് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യുക, എൻ്റർ കൊടുക്കുക. XClip ഓൺ ഓർ ഓഫ് എന്നുണ്ട്. ഓൺ ആയി കിടക്കുവാണ്, ഞാനത് ഓഫ് ആയി കഴിഞ്ഞാൽ പഴയതുപോലെയുള്ള നമ്മുടെ ഡ്രോയിങ്സിനെല്ലാം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നതായിരിക്കും. ഇപ്പോൾ ഞാൻ ഇതിനകത്ത് കുറച്ച് കോളംസ് ഒക്കെ ആഡ് ചെയ്തിട്ടുണ്ട്. അതായത് ഈ ഒരു ആർക്കിടെക്ചറൽ പ്ലാനിനെ റെഫർ ചെയ്തുകൊണ്ട് ഞാൻ കുറച്ച് കോളംസ് ഇതിനകത്ത് കോർണേഴ്സിനകത്തും ജംഗ്ഷൻസിനകത്തും ഒക്കെ പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഞാൻ ഇനി പുതിയൊരു ഡ്രോയിങ് ഇതിനൊന്ന് സേവ് ചെയ്യുക. ഫസ്റ്റ് ഞാനൊന്ന് സേവ് ചെയ്യുവാണ്. ഞാൻ സേവ് കൊടുത്തു. ഞാൻ ഡ്രോയിങ് B എന്ന് പറഞ്ഞിട്ട് ഇതിനൊന്ന് സേവ് ചെയ്തു. ഓക്കെ,
ഇനി ഞാൻ ഡ്രോയിങ് എയിനകത്ത് വന്നു. ഡ്രോയിങ് എയിനകത്ത് നിങ്ങൾക്ക് കാണാനായിട്ട് പറ്റുന്നുണ്ടായിരിക്കും നമ്മുടെ ഞാൻ ഈ ഡ്രോയിങ് ബിക്കകത്ത് അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന എ എന്ന് പറയുന്ന ഒരു ഡ്രോയിങ് ആണിത്. ഇതിനകത്ത് ഞാൻ എന്തെങ്കിലും ഒരു ചേഞ്ച് വരുത്തുവാണ് എന്നുണ്ടെങ്കിൽ, അതായത് ഞാൻ ഡ്രോയിങ് എക്കകത്ത് ഒരു ബൗണ്ടറി ഇങ്ങനെ കൊടുക്കുവാണ്. ഓക്കെ, അതിനുശേഷം ഇത് സേവ് ചെയ്യുക. ഡ്രോയിങ് ബിക്കകത്ത് പോകുമ്പോൾ ഇവിടെ നമുക്കൊരു മെസ്സേജ് ബോക്സ് കാണാനായിട്ട് സാധിക്കും. ഞാൻ ഒന്നുകൂടി സേവ് ചെയ്യുവാണ്. ഓക്കെ, ഡ്രോയിങ് ബിക്കകത്ത് വരുമ്പോൾ നമുക്കിവിടെ ഇങ്ങനെ ഒരു മെസ്സേജ് ബോക്സ് സാധാരണയായിട്ട് വരുന്നതായിരിക്കും. അപ്പൊ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വരുത്തിയ ചേഞ്ചസ് റിഫ്രഷ് ചെയ്യാനായിട്ട് പറ്റും. അഥവാ വന്നില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്, അതിൽ സെലക്ട് ചെയ്യുക. റീലോഡ് ഓൾ റെഫറൻസസ് എന്ന് പറഞ്ഞിട്ടുള്ള ആ ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നിങ്ങൾ ഡ്രോയിങ് എക്കകത്ത് എന്ത് ചേഞ്ചസ് ആണോ വരുത്തിയത് അത് ഡ്രോയിങ് ബിക്കകത്ത് ഓട്ടോമാറ്റിക്കലി റീലോഡ് ആവുന്നതായിരിക്കും. സാധാരണ ഡ്രോയിങ് എക്കകത്ത് നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എക്സ്റെഫ് ഡിപെൻഡന്റ് ആയിട്ടുള്ള ആ ഒരു ഡ്രോയിങ്ങിനകത്ത് നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാലും ഓട്ടോമാറ്റിക്കലി ഇവിടെ ഒരു മെസ്സേജ് ബോക്സ് കാണിക്കും, റീലോഡ് റെഫറൻസസ് എന്ന് പറഞ്ഞിട്ട്. ഒന്നുകിൽ നമുക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് ഓട്ടോമാറ്റിക്കലി റീലോഡ് ചെയ്യാനായിട്ട് പറ്റും. ഓർ അതർവൈസ് ഇവിടെ ഒരു റിഫ്രഷ് ബട്ടൺ ഉണ്ട്, അതിനകത്ത് റീലോഡ് ഓൾ റെഫറൻസസ് സെലക്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ ഡ്രോയിങ് എക്കകത്ത് കൊടുത്തേക്കുന്ന ചേഞ്ചസ് ഇവിടെ നമുക്ക് ലോഡ് ചെയ്തെടുക്കാൻ പറ്റുന്നതായിരിക്കും. അതുപോലെ തന്നെ ഡ്രോയിങ് ബിക്കകത്ത് എക്സ്റ്റേണൽ റെഫറൻസ് വിൻഡോക്കകത്ത് നോക്കിയാൽ നമുക്ക് കാണാൻ പറ്റും ഡ്രോയിങ് എങ്ങനെ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു XREF ഡ്രോയിങ് ആണ്, XREF ഡിപെൻഡന്റ് ഡ്രോയിങ് ആണ്. റൈറ്റ് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. അൺലോഡ്, റീലോഡ്, ഡിറ്റാച്ച് എന്ന് പറഞ്ഞ കുറച്ച് ഓപ്ഷൻസ് ഉണ്ട്. ഞാൻ ഇവിടെ അൺലോഡ് ചെയ്യുവാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ ഒരു XREF വഴി ഞാൻ ലോഡ് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രോയിങ്ങിന് എനിക്ക് അൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അതേസമയം പിന്നെ വീണ്ടും പോയി സെലക്ട് ചെയ്യാതെ തന്നെ എനിക്ക് അതിന്റെ റീലോഡ് എന്ന് പറയുന്ന ഒരു ഐക്കണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് തന്നെ റീലോഡ് ചെയ്യാനായിട്ട് പറ്റും. നമുക്ക് ഈ ഒരു ഇൻ കേസ് നമുക്ക് ഈ ഒരു ഡ്രോയിങ്ങിലൂടെ നിന്ന് റിമൂവ് ചെയ്യണം എന്നുണ്ടെങ്കിൽ റൈറ്റ് ക്ലിക്ക് ചെയ്യാം, ഡിറ്റാച്ച് ചെയ്യാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഒരു XREF മൊത്തത്തിൽ ഇവിടെ നിന്ന് റിമൂവ് ആയി പോകുന്നതായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ഞാൻ ചെയ്യാവുന്നതോടെ ഞാൻ സേവ് ചെയ്തു. നെക്സ്റ്റ് ഞാൻ അഗൈൻ വേറൊരു ഡ്രോയിങ് എടുത്തു. ഇവിടെ ഞാൻ വീണ്ടും അറ്റാച്ച് DWG എടുത്ത് ഡ്രോയിങ് ബിനെ ഇങ്ങോട്ട് അറ്റാച്ച് ചെയ്യുവാണ്. ഓക്കെ, ഓക്കെ കൊടുത്തു. ഇവിടെ ബി അറ്റാച്ച് ആയിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാനായിട്ട് സാധിക്കും ഡ്രോയിങ് എക്കകത്ത് എന്താണോ ഉള്ളത് അതും ഡ്രോയിങ് ബിക്കകത്ത് ഞാൻ പുതുതായി വരച്ച കാര്യങ്ങളും എല്ലാം കൂടി ആഡ് ചെയ്തിട്ടുള്ള ഒരു ഡ്രോയിങ് ആണ് ഞാൻ ഇപ്പോൾ എടുത്ത പുതിയൊരു ഡ്രോയിങ് 8 എന്ന് പറഞ്ഞ നെയിം ചെയ്തിരിക്കുന്ന ഈ ഒരു ഫയലിനകത്ത് നിങ്ങൾക്ക് കാണാൻ കഴിയുക. ഇപ്പോൾ എനിക്ക് വേണ്ടത് ഡ്രോയിങ് ബിക്കകത്ത് ഞാൻ ആഡ് ചെയ്ത കാര്യങ്ങൾ മാത്രം എനിക്ക് ഡ്രോയിങ് 8നകത്ത് വന്നാൽ മതി എന്നുണ്ടെങ്കിൽ ഡ്രോയിങ് ബിക്കകത്ത് ഒന്നുകൂടി വരിക. എന്താണോ വേണ്ടാത്തത് അതിനെ സെലക്ട് ചെയ്യുക. എനിക്കിപ്പോൾ വേണ്ടാത്തത് ഡ്രോയിങ് എ ആണ്. സോ ഡ്രോയിങ് എനെ സെലക്ട് ചെയ്യുക, റൈറ്റ് ക്ലിക്ക് ചെയ്യുക, XREF ടൈപ്പ് അറ്റാച്ച് ആണ് നമ്മൾ കൊടുക്കുക. സാധാരണ ഇൻസേർട്ട് ചെയ്യുമ്പോൾ ഓവർലേ ആക്കി കൊടുക്കുക, സേവ് ചെയ്യുക, ഡ്രോയിങ്ങിനകത്തോട്ട് പോവുക. അടുത്തൊരു ഡ്രോയിങ്ങിനകത്തോട്ട് പോവുക. കണ്ടോ, എക്സ്റ്റേണൽ റെഫറൻസ് ഫയൽ ഹാസ് ചേഞ്ച് എന്ന് പറഞ്ഞൊരു മെസ്സേജ് വന്നിട്ടുണ്ട്. ഞാൻ റീലോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഡ്രോയിങ് ബിയിൽ നിന്നും ഡ്രോയിങ് എനെ ഡിറ്റാച്ച് ആയിക്കൊണ്ട് നമുക്ക് നമ്മുടെ ഫയൽ ഇത് കണക്ക് കിട്ടുന്നതായിരിക്കും. ഇത് വെച്ച് നമുക്കൊരു സ്ട്രക്ചർ ലേഔട്ട് ഒക്കെ നമുക്ക് വേണമെങ്കിൽ ഇതിനകത്ത് തന്നെ പ്രിപ്പയർ ചെയ്യാനായിട്ട് പറ്റും. അതിനുശേഷം നമുക്ക് ഇതിനെ റെഫർ ചെയ്ത് എന്തെങ്കിലും ഡ്രോയിങ്സ് പ്രിപ്പയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും പ്രിപ്പയർ ചെയ്യാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുന്നതായിരിക്കും. അത് ഞാൻ പറയാൻ പോകുന്നത് നമ്മൾ സാധാരണ ഇപ്പോൾ ഓപ്ഷൻ നമ്മൾ നോക്കിയായിരുന്നു. ഡ്രോയിങ് എക്കകത്ത് ഞാൻ എന്തെങ്കിലും അല്ലെങ്കിൽ നമ്മൾ XREF വഴി അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഡ്രോയിങ്സിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തി അതിനെ സേവ് ചെയ്ത് കഴിയുമ്പോൾ പുതിയ നമ്മുടെ കറണ്ട് ഡ്രോയിങ്ങിനകത്ത് ആ ഒരു സേവ് ചേഞ്ചസ് വന്നു എന്നുള്ളൊരു മെസ്സേജ് വരികയും നമ്മളവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് അതിന് റീലോഡ് ചെയ്തെടുക്കാനും പറ്റും. ഇനി ഞാൻ പറയാൻ പോകുന്നത് നമുക്കൊരു XREF വേണ്ടി നമ്മൾ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ആ ഒരു ഡ്രോയിങ്ങിനെ ഓപ്പൺ ആക്കാതെ തന്നെ നമുക്ക് അതിനകത്തുള്ള ചേഞ്ചസ് എങ്ങനെ വരുത്താം എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. അതിനുവേണ്ടി നമുക്ക് ഞാനിപ്പോൾ ബിക്കകത്ത് നോക്കി നിങ്ങൾക്ക് അറിയാനായിട്ട് പറ്റും. ഞാൻ ഇവിടെ അറ്റാച്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് എ ആണ്. സോ എ ഓപ്പൺ ആക്കാതെ ഞാനിപ്പോൾ എ ക്ലോസ് ആക്കി വെക്കുവാണ്. ഇപ്പൊ ഞാൻ എ എന്ന് പറയുന്ന ഡ്രോയിങ് എനിക്ക് കറന്റ് ഓപ്പൺഡ് ആയിട്ടുള്ള ഒരു ഡ്രോയിങ് അല്ല, പക്ഷെ എ എന്ന് പറഞ്ഞ XREF ആയിട്ട് ഞാൻ അറ്റാച്ച് ചെയ്ത് വെച്ചേക്കുന്ന ഒരു ഡ്രോയിങ് ആണ്. അതുകൊണ്ട് എനിക്കിപ്പോൾ എ എന്ന് പറയുന്ന ഡ്രോയിങ് ഓപ്പൺ ആക്കാതെ എനിക്ക് ഇവിടെ ഒരു ചേഞ്ച് വരുത്തണം. അങ്ങനെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കമാൻഡ് ആണ് റെഫറൻസ് എഡിറ്റ് ഓർ ഇൻസേർട്ട് ടാബിനകത്തോട്ട് പോവുക. റെഫറൻസ് പാനലിന് ഡ്രോപ്പ് ഡൗൺ ചെയ്യുക. ഇവിടെ എഡിറ്റ് റെഫറൻസ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്, ഇത് ക്ലിക്ക് ചെയ്യുക. ഓർ കമാൻഡ് ഏരിയ ആയിട്ട് REF എഡിറ്റ് എന്ന് ടൈപ്പ് ചെയ്യുക. ഓക്കെ, അപ്പൊ സെലക്ട് റെഫറൻസ് എന്ന് ചോദിക്കും. ഞാൻ എക്സ്റ്റേണൽ റെഫറൻസ് ഫയൽ ഒന്ന് സെലക്ട് ചെയ്തു, ഓക്കെ കൊടുത്തു. അപ്പൊ കണ്ടോ നമ്മുടെ എക്സ്റ്റേണൽ റെഫറൻസ് ഫയൽ ആക്റ്റീവ് ആവുകയും നമ്മൾ ഇവിടെ കറണ്ട് ഈ ഡ്രോയിങ് ബിക്ക് അത് കറന്റ്ലി ചെയ്ത കാര്യങ്ങളൊക്കെ ആക്റ്റീവ് പോലെ ഗ്രേ കളറിൽ കിടക്കുന്നതായിട്ട് നമുക്ക് കാണാൻ സാധിക്കും. ഇനി നിങ്ങൾക്ക് ഇതിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ആ ഒരു ചേഞ്ച് എന്ത് ചെയ്യുക, അതിനകത്തോട്ട് അപ്ലോഡ് ചെയ്യുക. ഞാനിപ്പോ ഇവിടെ ഒരു സർക്കിൾ വരച്ചു, അപ്ലോഡ് ചെയ്തു. അതിനുശേഷം റെഫറൻസ് ക്ലോസ് ചെയ്യുക, REF ക്ലോസ് കൊടുക്കുക, എൻ്റർ ചെയ്യുക.
അപ്പോൾ ഇവിടെ ചോദിക്കും സേവ് ഡിസ്കാർഡ്. അപ്പൊ സേവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിനെ സേവ് ചെയ്യാം. ഓക്കെ കൊടുത്തു. അപ്പൊ നമ്മുടെ എക്സ്റ്റേണൽ റെഫറൻസ് ഫയൽ ക്ലോസ് ആവുകയും നമ്മുടെ കറണ്ട് ഡ്രോയിങ് ആക്റ്റീവ് ആവുകയും ചെയ്യും. നിങ്ങൾ ഇനി ആ ഒരു ഡ്രോയിങ്ങിനെ ഓപ്പൺ ആക്കി നോക്കിയാലും ഈ ചേഞ്ചസ് അവിടെ സേവ് ആയതായിട്ട് കാണാനായിട്ട് സാധിക്കും. ഇതാണ് റെഫറൻസ് എഡിറ്റ് ആൻഡ് റെഫറൻസ് ക്ലോസ് ഓപ്ഷൻ. ഞാൻ പറയാൻ പോകുന്നത് നിങ്ങൾ എക്സ്റ്റേണൽ റെഫറൻസ്, അതായത് ഈ ഒരു എ എന്ന് പറയുന്ന ഒരു ഫയലാണ് എൻ്റെ ഇവിടുത്തെ എക്സ്റ്റേണൽ റെഫറൻസ് ഫയൽ. അതിനകത്തുള്ള എന്തെങ്കിലും ആ ഡ്രോയിങ്ങിനകത്തുള്ള എന്തെങ്കിലും ജോമെട്രീസിനെ നമ്മുടെ കറണ്ട് ഡ്രോയിങ്ങിനകത്തോട് കോപ്പി ചെയ്യണം എന്നുണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാവുന്ന ഒരു കമാൻഡ് ഏരിയയാണ് എൻകോപ്പി. എൻകോപ്പി കൊടുക്കുക, എൻ്റർ ചെയ്യുക, സെലക്ട് നെസ്റ്റഡ് ഒബ്ജക്റ്റ് കോപ്പി. ഏത് ഒബ്ജക്റ്റിനാണോ കോപ്പി ചെയ്യാനുള്ളത് ആ ഒബ്ജക്റ്റിന് നിങ്ങൾ സെലക്ട് ചെയ്യുക. ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്ത് സെലക്ട് ചെയ്യാൻ മതിയാവും. ജസ്റ്റ് ഇങ്ങനെ ഒന്ന് സെലക്ട് ചെയ്യുക. എന്തൊക്കെയാണോ വേണ്ടത് അതിനെല്ലാം നിങ്ങൾക്ക് ഇതുപോലെ സെലക്ട് ചെയ്യാനായിട്ട് സാധിക്കും. സെലക്ട് ചെയ്തതിന് ശേഷം എൻ്റർ കൊടുക്കുക. ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്യാനായിട്ട് ചോദിക്കും. ഞാൻ ഇവിടെ ഈ ഒരു ബേസ് പോയിന്റ് സ്പെസിഫൈ ചെയ്ത് കൊടുത്തു. അത് കണ്ടോ, അതിന് കോപ്പി ആയി വന്നിട്ടുണ്ട്. അപ്പൊ അടുത്ത ചോദിക്കുന്നത് സ്പെസിഫൈ സെക്കൻഡ് പോയിന്റ്, അടുത്ത പോയിന്റോ അല്ലെങ്കിൽ ഡിസ്പ്ലേസ്മെന്റ് ഡിസ്റ്റൻസോ കൊടുക്കുക എന്നുള്ളതാണ്. സെയിം ലൊക്കേഷനിൽ തന്നെ കോപ്പി ആകാനായിട്ട് @ കൊടുക്കുക, എൻ്റർ ചെയ്യുക. ഓക്കെ, അപ്പൊ നമ്മുടെ ആ ഒരു ഡ്രോയിങ് അവിടെ തന്നെ കോപ്പി ആയി വന്നിട്ടുണ്ട്. ഞാൻ അതിനൊന്ന് അൺലോഡ് ചെയ്ത് കാണിച്ചു തരാം. അൺലോഡ് ചെയ്യുമ്പോൾ കണ്ടു നമ്മളിപ്പോ എൻകോപ്പി ഉപയോഗിച്ച് കോപ്പി ചെയ്ത എലമെന്റ്സ് എല്ലാം ഇവിടെ കോപ്പി ആയിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഞാൻ ഒന്നിട്ട് റീലോഡ് ചെയ്യുവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ എക്സ്റ്റേണൽ റെഫറൻസ് കമാൻഡ്. ഇത് വെച്ച് നമുക്ക് ഒരുപാട് കാര്യങ്ങൾ റെഫർ ചെയ്ത് വരയ്ക്കാനും അതുപോലെ എന്തെങ്കിലും ചെക്ക് ചെയ്യാനൊക്കെ നമുക്ക് യൂസ് ചെയ്യാം. Hope you understood and thank you for watching.